ഇന്നലെ നമ്മൾ സ്നെൽസ് ലോ വരെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി പഠിക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ പാർട്ട് 3 ആയിട്ട് ആദ്യം പഠിക്കാൻ പോകുന്നത് നമ്മളൊരു നോർമൽ ഇതൊരു ലൈൻ വരച്ചു, ഇത് നോർമൽ വരച്ചു, ഒരു ആംഗിള് ഇൻസിഡൻസായി. ഇതൊരു മീഡിയമാണ്, ഇതൊരു റെയറർ മീഡിയവും ഇതൊരു ഡെൻസർ മീഡിയം ആണെന്ന് വെച്ചു. അപ്പോൾ ആക്ച്വലി ഈ ലൈറ്റ് എങ്ങനെയായിരുന്നു, ഇങ്ങനെയാണ് പോകേണ്ടത്. പക്ഷേ റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുമ്പം ലൈറ്റ് ഈ നോർമലിൻ്റെ അടുത്തൂടാണ് പോകുന്നത്, ടുവേർഡ്സ് നോർമലാണ് പോകുന്നത്. ഇതാണ് റിഫ്രാക്റ്റഡ് റേ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് ദ റിഫ്രാക്റ്റഡ് റേ അല്ലേ. ഇനി രണ്ടാമത്തെ കേസ് നോക്ക്. ഇതുപോലെ ഇവിടെ ഡെൻസർ മീഡിയവും ഇത് റെയറർ മീഡിയം ആണെങ്കിൽ ഒരു ആംഗിൾ ഇങ്ങനെ വന്ന് ഇൻസിഡൻറ്റ് റേ വന്നു, ആക്ച്വൽ പാത്ത് ഇതായിരിക്കണം, പക്ഷേ ഈ റേ ഇങ്ങനെ പോവും, എവേ ഫ്രം ദ നോർമൽ പോവും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പം എന്താ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ലെസ് ദാൻ ആംഗിൾ ഓഫ് ദ റിഫ്രാക്റ്റഡ് റേ. ഇത് ആക്ച്വലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് കേസ് 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്നെൽസ് ലോയിൽ പഠിച്ചിട്ടുണ്ട്, സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു N2/N1. ഇവിടെ സെക്കൻഡ് മീഡിയം ഏതാണ്, ഡെൻസർ മീഡിയം. അതുകൊണ്ട് സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു ND/NR എന്ന് നമുക്ക് കൊടുത്തൂടെ. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം വിൽ ബി ഗ്രേറ്റർ. അതുകൊണ്ട് സൈൻ ഐ എങ്ങനെ വിളിക്കാം, ND/NR ഇൻറ്റു സൈൻ ആർ എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ഇത് വലുതായതുകൊണ്ട് ഈ ഭാഗം വലുതായിരിക്കും. സോ സൈൻ ഐ വിൽ ബി ഗ്രേറ്റർ. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് റിഫ്രാക്റ്റഡ് ആയില്ലേ. ഇനി അടുത്ത കേസ് നോക്ക്. അടുത്ത കേസിനകത്ത് നമുക്ക് സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു N2/N1. ഇവിടെ N2 എന്താണ്, റെയറർ മീഡിയം. സോ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു N of rarer medium by N of denser medium. We can say sin I is equal to N of rare NR by ND into sin R. ഇത് ഡിനോമിനേറ്ററിലാണ് വലിയ നമ്പർ, അതുകൊണ്ട് ഈ പോർഷൻ എന്തായിരിക്കും, ചെറുതായിരിക്കും. സോ സൈൻ ഐ വിൽ ബി ലെസ്. കണ്ടോ? അപ്പം ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് രണ്ടും ഒരു റിഫ്രാക്ഷൻ്റെ കാര്യങ്ങളാണ്. ഇനി നമുക്ക് വേറൊന്നുണ്ട്. നമ്മൾ എന്താ റിഫ്ലക്ഷനിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതായത് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ നോർമലിൽ കൂടെ ഒരു ഇൻസിഡൻസ് വന്നാൽ റീട്രേസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ. ഏതിൻ്റെ കേസിൽ? റിഫ്ലക്ഷൻ്റെ കേസിൽ. റിഫ്രാക്ഷൻ്റെ കേസിലാണെങ്കിലോ ഇൻസിഡൻസ് ഇതിനകത്തൂടെ വരുവാണെങ്കിൽ എന്ത് സംഭവിക്കും, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ വഴി നോക്കാം. സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറയുന്നത് N2/N1 ആണ്. സോ സൈൻ ഐ വിൽ ബി N2/N1 ഇൻറ്റു സൈൻ ആർ. സൈൻ ഐ 0 ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആയി. സോ സൈൻ 0 വിൽ ബി N2/N1 ഇൻറ്റു സൈൻ ആർ. സൈൻ 0 എന്താണ്, 0. അപ്പം ആറും എന്താണ്, 0 ആയി. ഈ വാല്യൂം 0 ആയില്ലേ, സൈൻ 0 ആകുമ്പോൾ. അപ്പോൾ ആർ എന്ന് പറയുന്നത് 0 ആയി. ഇതിൻ്റെ അർത്ഥം എന്താ, നോ റിഫ്രാക്ഷൻ ടേക്സ് പ്ലേസ്. സോ നോ റിഫ്രാക്ഷൻ ടേക്സ് പ്ലേസ് വെൻ ദ ഇൻസിഡൻസ് ആംഗിൾ ഇസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദ നോർമൽ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി ഒരു കേസും കൂടിയുണ്ട്. നോ റിഫ്രാക്ഷൻ വിൽ ടേക്ക് പ്ലേസ് ഇഫ് ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ മീഡിയം. അതിപ്പോൾ നോ ഡിഫറൻസ് ഇൻ മീഡിയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, റിഫ്ലക്ഷൻ ആയിപ്പോവും. റിഫ്രാക്ഷൻ സംഭവിക്കുന്ന എപ്പോഴാണ്, റിഫ്രാക്ഷൻ ഒക്കേഴ്സ് വെൻ ദർ ഇസ് 2 ഡിഫറെൻറ്റ് മീഡിയം അല്ലേ. ഇപ്പം വേറെ മീഡിയം ഇല്ലെങ്കിൽ റിഫ്രാക്ഷൻ സംഭവിക്കില്ല. അപ്പോൾ ആ ഒരു കേസിലും റിഫ്രാക്ഷൻ സംഭവിക്കില്ല. ഇനി നമുക്ക് അടുത്തൊരു കേസ് നോക്കാം. ഓക്കെ, അടുത്ത കേസ് എന്താണെന്ന് വെച്ചാൽ റിഫ്രാക്ഷൻ through rectangular glass slab. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റിഫ്രാക്ഷൻ ത്രൂ റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബ്. അപ്പം ആദ്യമേ ഇതിനകത്ത് ഒരു ഗ്ലാസ് സ്ലാബ് എടുക്കുക.
ഇതിനകത്താണ് നമ്മൾ റിഫ്രാക്ഷൻ ചെയ്ത് നോക്കുന്നത്. ഓക്കെ, ഒരു ഗ്ലാസ് സ്ലാബാണ്. അപ്പം ഇവിടുത്തെ മീഡിയം എന്തായിരിക്കും? റെയറർ മീഡിയം. ഇത് ഗ്ലാസ് ആയതുകൊണ്ട് ഡെൻസർ മീഡിയം, വീണ്ടും എയറിലോട്ട്, സോ ഇറ്റ് ഈസ് റെയറർ മീഡിയം അല്ലേ. അപ്പം ഇവിടെ ഒരു ഇൻസിഡന്റ് റേ വന്ന് വീണു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി. ആക്ച്വലി ഇത് ഇങ്ങനായിരുന്നു പോവേണ്ടത്, ഇങ്ങനെയാണ് ഗ്ലാസ്സിൽ കൂടെ പോകേണ്ടത്. പക്ഷെ ഈ റിഫ്രാക്ഷൻ സംഭവിച്ച് അതെങ്ങനെയാണ് പോകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ റെയറർ ടു ഡെൻസർ മീഡിയം ആയതുകൊണ്ട് തന്നെ നോർമലിന്റെ ടുവേർഡ്സ് നോർമൽ ആയിരിക്കും റിഫ്രാക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് വീഴും. ഇത് റിഫ്രാക്റ്റഡ് R1 ഇവിടെ വന്ന് വീണു. ഇവിടെ വന്ന് വീഴുമ്പോൾ ഇത് നോർമൽ, ഇത് R2 ഈ വന്ന് വീണു. ഈ രണ്ട് ആംഗിൾസ് സെയിം ആയിരിക്കും. കാരണം എന്താ? രണ്ട് പാരലൽ ലൈൻസിന്റെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഈ രണ്ട് ആംഗിൾസിനെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പഠിക്കും. നമ്മൾ കുറെ ക്ലാസ്സുകൾ നിങ്ങൾ ഇതിനകത്തുള്ള നമ്മുടെ മാത്സിന്റെ നോക്കിയാൽ മനസ്സിലാവും. രണ്ട് പാരലൽസിന്റെ ഇങ്ങനെ ഒരു വര വരച്ച് ഈ രണ്ട് ആംഗിൾസിനെ നമ്മൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയും, വിച്ച് വിൽ ബി ഈക്വൽ. സോ ഇവിടെ വന്ന് വീണു. അപ്പൊ ഇനി ഡെൻസർ ടു റെയറർ ആണെങ്കിൽ എന്തായിരിക്കും? റിഫ്രാക്റ്റഡ് റേ സംഭവിക്കുന്നത് എങ്ങനെയായിരിക്കും? ആക്ച്വലി ഇത് ഇങ്ങനെയാണ് പോകേണ്ടത്, പക്ഷെ ഇത് എവേ ഫ്രം ദ നോർമൽ പോകും അല്ലേ. അപ്പൊ ഇതിന് എമർജന്റ് ഇ എന്ന് പറയും ഈ ആംഗിളിന്. ഈ റേ പറയുന്ന പേരാണ് ഇൻസിഡന്റ് റേ. ഈ റേ പറയുന്ന പേരെന്താണ്? റിഫ്രാക്റ്റഡ് റേ. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഈ പറയുന്ന റേ പറയുന്ന പേരാണ് എമർജന്റ് റേ. അപ്പൊ ആക്ച്വലി ഇതായിരുന്നു ഡയറക്ഷൻ ഓഫ് ഒറിജിനൽ ലൈറ്റ്. അതായത് ഈ ഇൻസിഡന്റ് റേ ഇങ്ങനെ ആയിരുന്നു പോകേണ്ടത്. പക്ഷെ ഇപ്പൊ ഇതാ പോയേക്കുന്നത് എങ്ങനെയാണ്? അതാ ഇങ്ങനെയാണ് ഇപ്പൊ ഇത് പോയേക്കുന്നത്. അപ്പം ഈ ഒരു ഡിഫറൻസ് ഇല്ലേ, ഈ ഒരു ഡിഫറൻസിനെ നമ്മൾ ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഇൻസിഡന്റ് ആംഗിളും ഈ എമർജന്റ് ആംഗിളും ഇല്ലേ, ആ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇത് നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം, നോക്കാം. ഓക്കെ, അതിനായിട്ട് നമ്മുടെ മറ്റേ ലോ, അതായത് സ്നെൽസ് ലോ എന്താണ്? സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു N2 ബൈ N1. N2 എന്ന് പറയുന്നത് ഇവിടെ എന്താ? ഗ്ലാസ് ആണ് അല്ലേ. സോ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു, സൈൻ ആറിനെ നമുക്ക് R1 എന്ന് വിളിക്കാം, കാരണം ഇതിന്റെ ഫസ്റ്റ് ഇതിന്റെയാണ് പറയുന്നത്. സോ സൈൻ R1 ഇസ് ഈക്വൽ ടു N2 എന്താണ്? ഗ്ലാസ്. സോ സൈൻ ഓഫ് N ഓഫ് ഗ്ലാസ് ബൈ N1 എന്താണ്? എയർ, N ഓഫ് എയർ. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തേതാണെങ്കിലോ, ഇവിടെ R2 ഇവിടെ E അല്ലേ. സോ സൈൻ ഐ എന്ന് പറയുന്നത് R2 ബൈ സൈൻ ആർ എന്ന് പറയുന്നത് എന്താ? സൈൻ E ഇസ് ഈക്വൽ ടു N2. അല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ ആ ഇക്വേഷൻ എഴുതാം. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതിക്കും. ഇത് സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു N2 ബൈ N1. അപ്പൊ ഇവിടെ സൈൻ R2 ബൈ സൈൻ E ഇസ് ഈക്വൽ ടു N2 എന്താണ്? ഇവിടെ എയർ ബൈ N1 എന്താണ്? ഗ്ലാസ്, Ng. ഓക്കെ, ഇനി നോക്കിക്കേ, ഇത് നമുക്ക് തിരിച്ചിടാം. തിരിച്ചിടുമ്പോൾ സൈൻ ഇ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു Ng ബൈ Na എന്ന് വരത്തില്ല. അതായത് ഇത് ഈ സെയിം ഇക്വേഷൻ തിരിച്ചെഴുതുക, മേളിലോട്ട് താഴോട്ടോ അങ്ങനെ മാറ്റി എഴുതുക. നോക്കിയേ, 1ഉം 2ഉം ഈക്വൽ അല്ലേ. ഈ രണ്ട് സൈഡും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് എഴുതാമല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഐ ബൈ സൈൻ R1 ഇസ് ഈക്വൽ ടു സൈൻ ഇ ബൈ സൈൻ R2. ഞാൻ നേരത്തെ പറഞ്ഞു R1ഉം R2ഉം ഈക്വൽ ആണ്. സോ സിൻസ് ആംഗിൾ R1 ഇസ് ഈക്വൽ ടു ആംഗിൾ R2, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ട്, രണ്ട് ഈക്വൽ ആയതുകൊണ്ട് സൈൻ ഐ ഇസ് ഈക്വൽ ടു സൈൻ ഇ. Therefore, angle of incidence is equal to angle of emergence. കണ്ടോ? ഇങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ കേസ്. ഇതാണ് റെക്ടാങ്കുലർ സ്ലാബിൽ കൂടെ ഉള്ള ഒരു റിഫ്രാക്ഷന്റെ കേസ്. ഇനി നമുക്ക് സ്പെറിക്കൽ ലെൻസസിനെ പറ്റി പഠിക്കാം. സ്പെറിക്കൽ ലെൻസസ്. സ്പെറിക്കൽ ലെൻസസ് എന്ന് വെച്ചാൽ എന്താണ്? മിറേഴ്സ് എന്ന് പറയുന്നത് ഒരു 95 to 98% അതിൻ്റെ ദേഹത്ത് വരുന്ന റേസിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഓഫ് ദ പോളിഷ്ഡ് സർഫസ്. ഇപ്പം ലെൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലെൻസ് ഓൺ ദ അതർ ഹാൻഡ് ദേ ആർ
ട്രാൻസ്പെറൻ്റ് ആണ്. അതുപോലെ തന്നെ അത് റിഫ്രാക്റ്റിംഗ് ആയിരിക്കും. മിറേഴ്സ് റിഫ്ലക്റ്റിംഗ് ആണ്, പക്ഷേ ലെൻസ് റിഫ്രാക്റ്റിംഗ് ആയിരിക്കും. അതായത് ലൈറ്റിനെ അതിൻ്റെ അകത്തൂടെ അത് പാസ് ചെയ്യിപ്പിക്കും. അതുപോലെ ലെൻസിൻ്റെ കേസിൽ വൺ സർഫസ് either it will be curved inwards or curved outwards. അതായത് വൺ സർഫസ് ഒന്നെങ്കിൽ സ്പെരിക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ ആ സർഫസ് കർവ്ഡ് ആയിരിക്കും. ഓക്കെ, 6 ടൈപ്പ് ലെൻസുകളുണ്ട്. അതിൽ നമുക്ക് ജസ്റ്റ് ചുമ്മാ ഞാൻ ഏതൊക്കെ ലെൻസുകളാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ റെക്റ്റാങ്കിൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കർവ്ഡ് ആയിട്ടിരിക്കുന്ന ഇതിനെ നമ്മൾ പ്ലാനോ കോൺവെക്സ് ലെൻസ് എന്ന് പറയും. ഇനി ഇങ്ങനെ വന്നു അകത്തോട്ട് കർവ്ഡ് ആയിട്ടിരിക്കുന്നതിനെ നമ്മൾ പ്ലാനോ കോൺകേവ് ലെൻസ് എന്ന് പറയും. ഈ ലെൻസ് പറയുന്നതിന് മുമ്പ് ഞാൻ വെറുതെ ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ. നമ്മൾ കോൺകേവും കോൺവെക്സ് മിറേഴ്സും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ ഇത് മിറേഴ്സ്. ഓക്കെ, ഈ കോൺകേവ് മിറർ കോൺവെക്സ് ലെൻസിനെ പോലെയും കോൺവെക്സ് മിറർ കോൺകേവ് ലെൻസിനെ പോലെയുമാണ്. അതായത് അതിൻ്റെ പ്രോപ്പർട്ടീസ് തിരിച്ചാണ് ലെൻസിൻ്റെ കേസിൽ. അത് ഇനി നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി 2 സൈഡും ഇങ്ങനെ ഇരിക്കുന്നതിനെ ഉണ്ട്, അതിനെ നമ്മൾ ഡബിൾ കോൺവെക്സ് അല്ലെങ്കിൽ കോൺവെക്സ് അല്ലെങ്കിൽ കൺവേർജിങ് ലെൻസ് എന്ന് പറയും. ഇനി ഇങ്ങനെ ഇരിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? ഡബിൾ കോൺകേവ് അല്ലെങ്കിൽ കോൺകേവ് അല്ലെങ്കിൽ ഡൈവേർജിങ് ലെൻസ് എന്ന് പറയും. ഇനി അടുത്ത കേസിൽ 2 സൈഡും ഇങ്ങനെ ഇരിക്കുന്നു, വളഞ്ഞിരിക്കുന്നു. സോ ഇറ്റ് വിൽ ബി കോൾഡ് ആസ് എ കോൺവെക്സോ കോൺകേവ് ലെൻസ്. ഇനി ഒരു സൈഡ് ഇങ്ങനെ, മറ്റേ സൈഡ് ഇപ്പത്തോട്ട്. സോ ദിസ് ഇസ് കോൾഡ് ആസ് എ concavo convex lens. So these are the 6 types of lenses. ഇതിൽ നമ്മൾ ഡബിൾ കോൺവെക്സും ഡബിൾ കോൺകേവിൻ്റെ മാത്രമാണ് പഠിക്കുന്നത്. സോ ഇതിനെ ജസ്റ്റ് നമ്മൾ കോൺവെക്സ് ലെൻസ് എന്നും കോൺകേവ് ലെൻസ് എന്നുമാണ് പറയുന്നത്. ഇനി നമ്മൾ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ കേസ് നോക്കിയിട്ട്, ഇതാണ് ഒരു കോൺവെക്സ് ലെൻസ്. ഓക്കെ, ഇതിനകത്ത് ഈ ഒരു പോർഷൻ ഒരു സ്പെറിക്കൽ മിററിൻ്റെ പാർട്ടാണ് വിത്ത് സെൻറ്റർ ഓഫ് കർവേച്ചർ C1. ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു സ്പെറിക്കൽ മിററിന്റെ പോർഷനാണ് വിത്ത് സെന്റർ ഓഫ് കർവേച്ചർ C2. ഇതെന്ത് മനസ്സിലായി? ലെൻസ് ഹാസ് 2 സെന്റർ ഓഫ് കർവേച്ചർ, therefore it will also have 2 focuses അല്ലേ? ഇനി അതുപോലെ തന്നെ കോൺകേവ് ലെൻസിന്റെ കേസിലും അതുപോലെ തന്നെ ഇത് ഒരു സ്പെറിക്കലിന്റെ ഇതായിരിക്കും C1, ഇത് വീണ്ടും ഒരു സ്ഫിയറിന്റെ ഇതായിരിക്കും C2. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട് വിത്ത് അസോസിയേറ്റഡ് വിത്ത് ദ ലെൻസസ്. അപ്പം കുറച്ച് ടേംസ് പഠിക്കാം. ടേംസ് ഫസ്റ്റ് വൺ വിൽ ബി ദിസ് വൺ, അതായത് കോൺവെക്സ് ലെൻസിന്റെ നമുക്ക് പഠിക്കാം. ഇതാണ് ഒരു കോൺവെക്സ് ലെൻസ്. ഈ കോൺവെക്സ് ലെൻസിന് ഇങ്ങനെ പോകുന്ന ഒരു ലൈനിനെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയും, സെയിം ആസ് ഇൻ ദ കേസ് ഓഫ് ദ മിറർ. അതിന്റെ നടുക്കുള്ള പോയിന്റിനെ നമ്മൾ O എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ഒപ്റ്റിക്കൽ സെന്റർ എന്ന് പറയുന്നതിനെ ഒപ്റ്റിക്കൽ സെന്റർ എന്ന് പറയും. ഇനി ഇതിനെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയും, സെയിം ആസ് ഇൻ ദ കേസ് ഓഫ് ദ മിറർ. ഇനി ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ഫിയറിന്റെ പാർട്ടാണ്, അതിനൊരു സെന്റർ ഉണ്ട്, അതിനെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും C1. ഇപ്പുറത്തെ പോർഷനിലും അതുപോലെ സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്, വി ക്യാൻ സേ ദിസ് ആസ് C2. ഓക്കെ, ഇനി സെയിം പോലെയാണ് നമ്മുടെ ഒരു കോൺകേവ് മിററിന്റെ കേസിൽ. നടുക്കൂടെ ഒരു ലൈൻ പോകുന്നതിന് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയും, നടുക്കത്തേനെ ഒപ്റ്റിക് സെന്റർ എന്ന് പറയും. 2 കർവേച്ചറുകളുണ്ട്, സെന്റർ ഓഫ് കർവേച്ചർ അപ്പുറത്തും ഇപ്പുറത്തും 2 എണ്ണം ഉണ്ട്. ഇത് ഇത്രയാണ് ജനറൽ ടേംസ്. പിന്നെ കോൺവെക്സ് ലെൻസ് ആസ് ഐ ടോൾഡ് ബിഫോർ ഇസ് സിമിലർ ടു കോൺകേവ് മിറർ ആൻഡ് കോൺകേവ് ലെൻസ് ഇസ് സിമിലർ ടു കോൺവെക്സ് മിറർ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനകത്തൂടെ ഒരു ലൈറ്റ് പോയി റിഫ്രാക്റ്റ് ആവുന്നതെന്ന് നോക്കാം. ദിസ് ഷുഡ് ബി വെരി കെയർഫുൾ. നോക്കിക്കോ, ഇനിയുള്ളതിനെ നമ്മൾ ജസ്റ്റ് റിഫ്രാക്ട് ചെയ്ത് പോകുന്നത് മാത്രമേ കാണിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഉള്ളിലോട്ട് ഒരു ലൈറ്റ് പോകുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കുറച്ചുകൂടി എൻലാർജ് ഇമേജ്ഡ് ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതാണ് ഒരു കോൺവെക്സ് ലെൻസ് എന്ന് വിചാരിക്കാം.
ഇതിൻ്റെ നടുക്കൂടെ ഒരു ലൈൻ പോകുന്നുണ്ട്. ഇതിനാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇതിനൊരു സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ട് C1. ഇവിടെ ഒരു സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ട്, അതിന് C1' എന്ന് പറയാം. ഓക്കെ, ഇനി ബിഫോർ ദിസ് നമ്മൾ ഈ ലെൻസിനും മിററിനും സെയിം ആണ് എല്ലാ റൂൾസും. അതായത് ഒരു പാരലായിട്ട് ഒരു റേ വന്നാൽ അതിൻ്റെ ഫോക്കസിൽ കൂടെ പോവും, ഫോക്കസിൽ കൂടെ പോകുന്ന ഒരു ലൈന് പാരലായിട്ട് പോവും. അത് തന്നെ. പിന്നെ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ ആണ് ഒരു ലെൻസിൻ്റെ നോർമല് നമ്മൾ വരയ്ക്കുന്നത്. പിന്നെന്താ വേറെ അത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്തൊരു സ്പെഷ്യൽ കേസ് എന്ന് വെച്ചാൽ ഈ ഒപ്റ്റിക് സെൻറ്ററിലൂടെ ഒരു ലൈൻ പോവുകയാണെങ്കിൽ അത് റിഫ്രാക്റ്റീവ് ആവില്ല, റിഫ്ലക്റ്റീവ് ആവില്ല, വെറുതെ ആ ലൈൻ പാസ് ചെയ്ത് പോകും. ഐ മീൻ റേ പാസ് ചെയ്ത് പോകും. ഇത്രേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നോക്കിക്കേ, ഇവിടെ ഒരു ഇൻസിഡന്റിലെ പാരലായിട്ട് വന്ന് ഈ ലെൻസിൽ ഇങ്ങനെ വന്ന് പതിഞ്ഞു. ഈ ഏത് ഭാഗത്താണോ പതിയുന്നത് ആ ഭാഗത്തെ സെന്റർ ഓഫ് കർവേച്ചർ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഒരു പാരലായിട്ടൊരു റേ വന്നു. അപ്പൊ റേ വന്ന് വീഴുമ്പോൾ ഇത് എങ്ങോട്ട് റിഫ്രാക്റ്റ് ആയെന്ന് അറിയണമെങ്കിൽ അതിന് മുമ്പായിട്ട് നമുക്ക് നോർമൽ വരയ്ക്കണം. നോർമൽ വരച്ചാലല്ലേ ടുവേർഡ്സ് ദ നോർമൽ ആണോ എവേ ഫ്രം ദ നോർമൽ ആണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. സോ ദ നോർമൽ ഏതിൽ കൂടെ പാസ് ചെയ്യും? സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പാസ് ചെയ്യും. ഇത് രണ്ടിലെ ഏത് സെന്റർ ഓഫ് കർവേച്ചർ എടുക്കും? ഏത് ഭാഗത്താണോ വന്ന് വീണേ അത് ഏതിന്റെ സ്പിയറിന്റെ ഭാഗമാണോ ആ സൈഡിലെ സെന്റർ ഓഫ് കർവേച്ചറാണ് എടുക്കുന്നത്. സോ ഇവിടെ വന്ന് വീണു, ഈ ഒരു സൈഡ് ഇതിന്റെ ഭാഗമാണ്. സോ ഇതിനകത്തോട്ടായിരിക്കണം എന്റെ നോർമൽ പാസ് ചെയ്യുന്നത്. സോ അതിന്റെ നോർമൽ ഇങ്ങനെ ഇതിനകത്തൂടാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്ക്, ഇത് റെയറർ മീഡിയം, ഈ ലെൻസിനകത്തുള്ളത് ഡെൻസർ മീഡിയം, പുറത്തോട്ട് വീണ്ടും റെയറർ മീഡിയം. സോ റെയറർ ടു ഡെൻസർ മീഡിയം ആണെങ്കിൽ റിഫ്രാക്റ്റഡ് റേ എങ്ങോട്ട്? ഈ ആക്ച്വലി ഇത് നേരെയായിരുന്നു പാസ് ചെയ്ത് പോകേണ്ടിരുന്നത്, ബിക്കോസ് അത് നേരെ വന്നില്ലേ. പക്ഷെ ഇത് എന്താണ്, റെയറർ ടു ഡെൻസർ ആയതുകൊണ്ട് ഇങ്ങനെ പോവേണ്ടിയിരുന്നത് ഈ നോർമലിന് ടുവേർഡ്സ് പോകും. സോ ഇത് ഇങ്ങോട്ട് പോകും. മനസ്സിലായോ? ഇവിടെ വന്ന് മുട്ടി. ഇനി ഇവിടെ വന്ന് മുട്ടിയത് ഇനി എങ്ങോട്ട് പോകും? അത് വീണ്ടും അറിയണമെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ വീണ്ടും നോർമൽ വരയ്ക്കണം. അപ്പൊ ഈ സ്പിയർ ഏതിന്റെ പാർട്ടാണ്? ഇതിന്റെ പാർട്ടാണ്, ഈ സെന്റർ ഓഫ് കർവേച്ചറിന്റെ. സോ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ വീണ്ടും നോർമൽ ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, വരച്ചു. ഇത് സത്യത്തിൽ ഇങ്ങോട്ട് പോകേണ്ടിയിരുന്നായിരുന്നു, പക്ഷെ എവേ ഫ്രം ദ നോർമൽ ആണ് ഇനി ഈ ഒരു റേ പോകുന്നത് അല്ലേ? അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഞാൻ വേറൊരു കളർ യൂസ് ചെയ്യാം കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ, ഇതാണ് ഇതിന്റെ ഇങ്ങോട്ടുള്ള നോർമൽ. ഈ റേ ഇങ്ങോട്ടായിരുന്നു പോവേണ്ടിയിരുന്നത്. ഇതാണ് നോർമൽ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെൻസർ ടു റെയറർ മീഡിയം ആണെങ്കിൽ എന്ത് പറ്റും? അത് ടുവേർഡ്സ് ദ എവേ ഫ്രം ദ നോർമൽ ആയിരിക്കും അത് പോകുന്നത് അല്ലേ? ഇങ്ങോട്ടായിരിക്കും നോർമൽ എങ്കിൽ ഇങ്ങോട്ടാണ് അത് പോകുന്നത്. അതായത് ഈ റേ ഇങ്ങോട്ട് പോകും. ഓക്കെ, ഈ സെയിം പോലെ ആയിരിക്കും ഇനി ഇവിടുന്ന് ഒരു റേ വന്നാലും. അതായത് ഇവിടെ വന്ന് വീണു, ഈ പോയിന്റ് ഇവിടുന്ന് ഒരു നോർമൽ ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിയുമ്പം ഇത് എവേ ഫ്രം ദ നോർമൽ പോവും, ഇങ്ങോട്ട് പോവും. സോറി, ടുവേർഡ്സ് ദ നോർമൽ പോവും, ഇങ്ങോട്ട് പോവും. ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ നോർമൽ വരച്ചു കൊടുക്കുക. അത് കഴിയുമ്പോൾ ഡെൻസർ ടു റെയറർ മീഡിയം ആയതുകൊണ്ട് എവേ ഫ്രം ദ നോർമൽ പോവും. അപ്പൊ ഇങ്ങോട്ട് പോവും. ഒന്നുമില്ല, പാരലായിട്ട് വരുന്നത് ഫോക്കസിൽ കൂടെ പോവും. അത്രേ ഉള്ളൂ. അത് കുറച്ച് കൺഫ്യൂസിങ് ആവുന്നത് ഇതിനിടയ്ക്കുള്ള ഒരു ഇങ്ങനെ നമ്മൾ വരച്ച് നോക്കുമ്പോണ്ടുള്ള ഒരു കൺഫ്യൂഷനാണ്. ഇനി കോൺകേവ് ലെൻസിന്റെ ഇത് ഞാൻ പറഞ്ഞുതരാം. കോൺകേവ് ലെൻസിന്റെ ഒരു സൈഡ് ഞാൻ പറഞ്ഞുതരാം, അപ്പൊ നമുക്ക് മനസ്സിലാവും കുറച്ച്. ഇത് ഒപ്റ്റിക് സെന്റർ, ഇത് സെന്റർ ഓഫ് കർവേച്ചർ C1, ഇത് സെന്റർ ഓഫ് കർവേച്ചർ C1' എന്ന് വിചാരിക്കും. ഒരു പാരലായിട്ട് ഒരു റേ വന്നു, ഇവിടെ വന്ന് നിന്നു. ഇത് ഏതിന്റെ ഭാഗമാണ്? ഈ ഒരു സ്പിയർ ഇതിന്റെ ഭാഗമാണ്. സോ ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു നോർമൽ വരയ്ക്കുക. വരച്ചതിന് ശേഷം ഇത് റെയറർ മീഡിയം, ഡെൻസർ മീഡിയം, റെയറർ മീഡിയം അല്ലേ? റെയറർ ടു ഡെൻസർ ആണെങ്കിൽ എന്തായിരിക്കും? ടുവേർഡ്സ് എ നോർമൽ. അപ്പൊ ഇങ്ങനെ അതിന്റെ ചേർന്ന് പോവും എന്നേ ഉള്ളതിന്റെ അർത്ഥം കേട്ടോ. ഇവിടെ വന്നപ്പം ഇത് ഏതിന്റെ പാർട്ടാണ്? ഈ സ്പിയറിന്റെ പാർട്ടാണ്. സോ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് നോർമൽ ഇങ്ങനെ വരയ്ക്കുക.
നോർമൽ വരച്ചിട്ട് ഈ നോർമലിന് എവേ ആയിരിക്കും അത് പോകുന്നത്. അപ്പം ഇങ്ങനെ റിഫ്രാക്റ്റ് ആയിട്ട് പോകും. പക്ഷേ ഈ റിഫ്രാക്റ്റഡ് റേ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ ബാക്കിലോട്ട് വരയ്ക്കുമ്പോൾ ഈ ഒരു പോയിന്റിൽ വന്നെടുക്കും, വിച്ച് ഇസ് ദ ഫോക്കസ്. ഈ ഒരു പോയിന്റ് വെക്കുമല്ലോ, ഇതിനെന്താ പറയുന്ന ഫോക്കസ്. അതായത് ഒരു ലെൻസിനെ കൺവേർട്ട് ചെയ്ത ഒരു പോയിന്റ് വരുമ്പോൾ അതിനെ ഫോക്കസ് എന്ന് പറയും. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഇത് കോൺവെക്സ് ആട്ടോ. ഇനി കോൺകേവ് ലെൻസിന്റെ കേസിലോ പാരലായിട്ടൊരു റേസ് വന്നാൽ അത് ഡൈവേർജ് ചെയ്തൊരു പോയിന്റിൽ വരും, അതിനെ നമ്മൾ ഫോക്കസ് എന്ന് പറയും. ഈ ലെങ്തിനെ നമ്മൾ എന്ത് പറയും? ഫോക്കൽ ലെങ്ത് എന്ന് പറയും. ഇത് ഫോക്കസ്, ഇത് ഫോക്കൽ ലെങ്ത്. രണ്ട് ഫോക്കസ് ആണ് ഒരു മിററിന്. അതായത് നമ്മൾ ഈ സൈഡിൽ കൂടെ ആണ് പാരൽ റേസ് വരുന്നതെങ്കിൽ ഇപ്പുറത്തെ ഫോക്കസിൽ കൂടെ ആയിരിക്കും അത് പാസ് ചെയ്യുന്നത്. സോ ഇത് ഒരു ഫോക്കസ് ആണ്. സെയിം കേസ് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ആണെങ്കിൽ ഇവിടുത്തെ ഫോക്കസിൽ കൂടെ ആയിരിക്കും അത് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇമേജ് ഫോർമേഷൻ പഠിക്കാം. അതിന് മുമ്പായിട്ട് സെന്റർ ഓഫ് കർവേച്ചർ ഇൻ ദ കേസ് ഓഫ് ലെൻസിനെ നമ്മൾ 2F ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. 2F1, ഇവിടെയും 2F1 ഡാഷ്, അല്ലെങ്കിൽ ഇവിടെ 2F എന്ന് വെച്ചാൽ 2 ടൈംസ് ഓഫ് ഫോക്കസ് എന്നുള്ള രീതിയിൽ സെന്റർ സി എന്നല്ല നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 2F ആയിട്ടാട്ടോ. ഇനി നമുക്ക് ഇമേജ് ഫോർമേഷൻ പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് റൂൾസ് പഠിക്കാം. അപ്പം റൂൾ നമ്പർ 1 ഇസ്, ഒരു ലെൻസിന്റെ കേസിൽ ഇൻ ദ കേസ് ഓഫ് കോൺവെക്സ് ലെൻസ് ആണ്. ഇമേജ് ഫോർമേഷനിൽ ഒരു കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് പാരലായിട്ടൊരു റേ വന്നു, അതെങ്ങനെ റിഫ്രാക്റ്റ് ആവും? ഇങ്ങനെ റിഫ്രാക്റ്റ് ആവും, ഫോക്കസിൽ കൂടെ പാസ് ചെയ്യും. രണ്ടാമത്തെ റൂൾ എന്താന്ന് വെച്ചാൽ, ദിസ് ഇസ് ദ ഫസ്റ്റ് റൂൾ. സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്, ഒപ്റ്റിക് സെന്ററിൽ കൂടെ ഒരു റേ പാസ് ചെയ്യുവാണെങ്കിൽ അത് ഒന്നും സംഭവിക്കാതെ അതിലെ കൂടെ തന്നെ പാസ് ചെയ്യും. മൂന്നാമത്തെ എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ലെൻസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫോക്കസിൽ കൂടെ ഒരു റേ വന്നാൽ റിഫ്രാക്റ്റ് ആയി അത് പാരലായിട്ടായിരിക്കും പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ 3 ലോസ് വെച്ചിട്ടാണ് നമ്മൾ ഇമേജ് ഫോർമേഷൻ വരയ്ക്കുന്നത്. നമുക്ക് ഇമേജ് ഫോർമേഷൻ വരയ്ക്കാം. Images formed by convex mirror. Convex mirror image formation. First image formation. First image formation. This is a convex lens. So this is the principal axis, optic center, focus, center of curvature. Here focus the F1, the F2, the 2F2. ഓക്കെ, നമ്മൾ നേരത്തെ മിററിന്റെ കേസ് പോലെ തന്നെയാണ്, 2 റേസ് വേണം ഇമേജ് ഫോം ചെയ്യാൻ വേണ്ടി. സോ ഫസ്റ്റ് റേ പാരലായിട്ട് ഇങ്ങനെ വന്നു, അത് റിഫ്രാക്റ്റ് ആയി ഫോക്കസിൽ കൂടെ പോയി. വീണ്ടും ഒരു റേ പാരലായിട്ട് വന്നു, അത് റിഫ്രാക്റ്റ് ആയി ഫോക്കസിൽ കൂടെ പോയി. അപ്പൊ ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യും. എവിടുന്നാണ്? ഇപ്പൊ സപ്പോസ് ദ ഇമേജ് ഈസ് അറ്റ് ഇൻഫിനിറ്റി, എങ്ങോ ദൂരെ എന്നുള്ളൊരു ഒബ്ജക്റ്റിൽ നിന്ന് വന്ന റേസ് ആണ്, അത് ഫോക്കസിൽ കൂടെ പാസ് ചെയ്ത് പോയി. അപ്പം ഈ ഉണ്ടായ ഇമേജിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഈ ഇമേജ് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, ഹൈലി ഡിമിനിഷ്ഡ് ആയിരിക്കും, ഭയങ്കര ചെറുതായിരിക്കും, ഫോക്കസിലായിരിക്കും ഫോം ചെയ്തേക്കുന്നത്. ഇനി രണ്ടാമത്തെ ഇമേജ് എന്ന് പറയുന്നത് വീണ്ടും കോൺവെക്സ് ലെൻസ്. ദിസ് ഇസ് ദ പ്രിൻസിപ്പൽ ആക്സിസ്, ഒപ്റ്റിക് സെന്റർ, F1 to F1, F2 to F2. Okay, the object is placed beyond 2F. അവിടെ നിന്ന് ഒരു റേ വന്നു, it will pass through the focus. Again, optic സെന്ററിലൂടെ ഒരു റേ പാസ് ചെയ്തു, and it will be untraced, ഒന്നും സംഭവിക്കാതെ പോകും. And the image will be formed between F and 2F. The image will be real, it will be inverted, and it will be small. ഇനി മൂന്നാമത്തെ ഇമേജ് എന്ന് പറയുന്നത് വീണ്ടും കോൺവെക്സ് ലെൻസ്, പ്രിൻസിപ്പൽ ആക്സിസ്, ഒപ്റ്റിക് സെന്റർ, F1 to F1, F2 to F2. 2Fൽ ഒരു ഇമേജ് വെച്ചേക്കുന്നു, നമ്മൾ ഒരു റേ വന്നു, അത് റിഫ്രാക്റ്റ് ആയി ഫോക്കസിൽ കൂടെ പോയി, അതുപോലെ തന്നെ ഒപ്റ്റിക് സെന്ററിൽ കൂടെ പോയി, അതിങ്ങനെ പോയി. So the image will be formed, ഇതിപ്പോൾ ഞാൻ വരച്ചതിൻ്റെ ഒരു ചെറിയ പ്രശ്നം കൊണ്ടാണ്, the image will be formed at 2F. അപ്പം the image will be real, inverted. 2F തന്നെ ഇത് ചെയ്യുന്നതുകൊണ്ട് അത് സെയിം ആയിരിക്കും,
സെയിം സൈസ് ആയിരിക്കും. നമ്മൾ മിററിന്റെ കേസിൽ അറ്റ് സി വെക്കുമ്പോൾ അറ്റ് സി തന്നെ ഉണ്ടാവും, അത് സെയിം സൈസ് ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ. ഓക്കെ, ഇനി 4ാമത്തെ കേസ് വീണ്ടും കോൺവെക്സ് ലെൻസ് O, ഇത് F1, ഇത് 2F1, ഇത് F2 and this is 2F2. Image is placed between F and 2F. ഇങ്ങനെ വന്നു ആൻഡ് ഫോക്കസിൽ കൂടെ പാസ് ചെയ്ത് പോയി. ഇനി അടുത്ത ഒരെണ്ണം എന്ന് പറയുന്നത് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോയി ഇങ്ങനെ പോയി. സോ ദ ഇമേജ് വിൽ ബി ഫൗണ്ട് ബിയോണ്ട് 2F. The image will be real, the image will be inverted and the image will be large. Okay, ഇനി അടുത്തൊരു കേസ് നോക്ക്. വീണ്ടും നമ്മൾ കോൺവെക്സ് ലെൻസ് എടുത്തു, ഇവിടെ കൂടെ പോയി O, this is F1, this is 2F1, here it is F2, this is 2F2. ഇവിടെ ഫോക്കസിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ വന്നു, റിഫ്രാക്റ്റായി പോയി. വീണ്ടും ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോയി ഇങ്ങനെ അങ്ങ് പോയി. ഇത് രണ്ടും എവിടെയെങ്കിലും വന്ന് ഇൻഫിനിറ്റിയിൽ ജോയിൻ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ ദ ഇമേജ് വിൽ ബി റിയൽ, ഇറ്റ് വിൽ ബി ഇൻവേർട്ടഡ് ആൻഡ് ഇറ്റ് വിൽ ബി മാഗ്നിഫൈഡ്. ഇതാണ് കേസുകൾ. സോ ദീസ് ആർ ദ കേസസ് ഓഫ് ദ കേസ് ഓഫ് കോൺവെക്സ് ലെൻസ്. നൗ വി വിൽ സീ ദിസ് കേസ് ഇൻ ദ കേസ് ഓഫ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിലെ ഇമേജ് ഫോർമേഷൻ നോക്കാം. ബിഫോർ ദാറ്റ് ഇതിന് 3 റൂൾസ് ഉണ്ട്. ആദ്യത്തെ റൂൾ എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കോൺകേവ് ലെൻസ് ആണെങ്കിൽ പാരലായിട്ട് പാസ് ചെയ്യുന്ന ഇമേജ്, ഇത് ഫോക്കസ്, ഇതും ഫോക്കസ്. ഓക്കെ, പാരലായിട്ട് ഇങ്ങനെ വന്ന് പോകുന്നത് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ആയി പോകും, ഡൈവേർജ് ആയി പോകും അല്ലേ. പക്ഷെ അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്ന പോലെ തോന്നാം. അടുത്ത ഒരു ലോ എന്താന്ന് പറയുന്നത്, ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന റേ റീട്രേസ് ഒന്നും സംഭവിക്കാതെ അതിലെ കൂടെ തന്നെ പോകും. 3ാമത്തത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു റേ ഇങ്ങനെ വന്നു, സോറി ഇത് ഒപ്റ്റിക് ഫോക്ക് അല്ല, ഇത് ഞാൻ അപ്പുറത്ത് വരയ്ക്ക് എടുക്കാം, ഇങ്ങനെ ഉള്ളതായിരിക്കാം. 3ാമത്തെ ലോ എങ്ങനെയാന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മുടെ കോൺകേവ് ലെൻസ് ആണ്. ദിസ് ഈസ് ദ പ്രിൻസിപ്പൽ ആക്സിസ്, ഒപ്റ്റിക് സെന്റർ, ഫോക്കസ് ആൻഡ് ഫോക്കസ്. ഓക്കെ, ഇങ്ങനെ ഒരു റേ വന്നു. സോ ഇറ്റ് ഈസ് സപ്പോസ് ടു ബി ലൈക്ക് പാസിങ് ത്രൂ ദ ഫോക്കസ്. അങ്ങനെ ഇത് ചെയ്യുമ്പം നേരെ പാരലായിട്ട് പോകും. അതായത് ഫോക്കസിൽ നിന്ന് വരുന്ന ഒരു റേ പോലത്തെയാണത്. അപ്പം അത് നേരെ പാരലായിട്ട് പോകും. ഇവിടെ 2 ഇമേജസ് ആണ് ഫോം ആവുന്നത്. ഇമേജ് ഫോർമേഷൻ നോക്കുവാണെങ്കിൽ ഇപ്പം നമുക്ക് ഇമേജസ് നോക്കാം. ഇമേജസിനകത്ത് ഫസ്റ്റ് ഇമേജ് 2 കേസേ ഉള്ളൂ. അതായത് ഒന്ന് ഫോക്കസിലുള്ളതും പിന്നെ ഫോക്കസും ഒപ്റ്റിക് സെന്ററിന്റെ നടുക്കുള്ളതും. അപ്പം ഇവിടുത്തെ കോൺകേവ്, ദിസ് ഈസ് ദ കോൺകേവ് ലെൻസ്. ഇത് ഒപ്റ്റിക് സെന്റർ, ഇത് F1, ദിസ് ഈസ് 2F1, ഹിയർ ദിസ് ഈസ് F2 ആൻഡ് ദിസ് ഈസ് 2F2 സപ്പോസ്. അപ്പം നമ്മൾ പാരലായിട്ട് ഒരു റേ വന്നു, അത് റിഫ്രാക്റ്റ് ആയി പോയി, അത് ഫോക്കസിൽ കൂടെ പോകുന്നത് പോലാണ്. വീണ്ടും ഒരു പാരലായിട്ട് റേ വന്നു, അത് റിഫ്രാക്റ്റ് ആയി പോയി, അത് ഫോക്കസിൽ കൂടെ പോകുന്നത് പോലാണ്. അപ്പം ഈ ഭാഗത്ത് തന്നെ, അതായത് നമ്മുടെ എവിടുന്ന് ഈ റേസ് ആർ കമ്മിങ് ഫ്രം ദ ഒബ്ജക്ട് വിച്ച് ഈസ് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി പോലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. സോ ദ ഇമേജ് ഫോം വിൽ ബി വെർച്വൽ സിൻസ് ഇറ്റ് ഈസ് അറ്റ് ദ സെയിം സൈഡ് ഓഫ് ദാറ്റ് ഓഫ് ദ ഒബ്ജക്ട്. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒബ്ജക്റ്റിന്റെ സെയിം സൈഡിലാണെങ്കിൽ വെർച്വൽ ഇറക്റ്റും ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ റിയലും ഇൻവേർട്ടഡും ആയിരിക്കും. ഓക്കെ, വെർച്വൽ, ഇറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. സോ ഹൈലി ഡിമിനിഷ്ഡ് ആയിരിക്കും. ഇനി അടുത്തൊരു കേസ് നോക്കിക്കേ, കോൺകേവ് ലെൻസിന്റെ കേസിൽ. അതാണ് കോൺകേവ് ലെൻസ്, ഇതാണ് ഒപ്റ്റിക് സെന്റർ, ദിസ് ഇസ് ദ ഫോക്കസ് F1, ദിസ് ഇസ് ദ ഫോക്കസ് 2F2, സോറി കർവേച്ചർ 2F2, ഇത് ഫോക്കസ് F2 ആൻഡ് ദിസ് ഇസ് 2F2. ഓക്കെ, അപ്പം ഇവിടെ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇവിടെ ബിയോണ്ട് F2ന്റെ ഇവിടെ പ്ലേസ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പം ഇവിടുന്ന് ഒരു റേ വന്നു, അത് റിഫ്രാക്റ്റ് ആയി ഡൈവേർജ് ആയി പോയി. അപ്പം അത് നമ്മൾ ഇങ്ങനെ ബാക്കിലോട്ട് പോകുമ്പോൾ ഫോക്കസിൽ കൂടെ പോകുന്നത്. ഓക്കെ, ഇനി ഇവിടുന്ന് ഒരെണ്ണം
ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോയി, ഒന്നും റീട്രേസ് ആകാതെ ഒന്നും സംഭവിക്കാതെ പോയി. അപ്പം ഇവിടാണ് ഇമേജ് ഫോം ആവുന്നത്. കണ്ടോ, ആ ഇമേജ് ഫോം ചെയ്യുന്നത് ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക് സെൻറ്റർ ആണ്. വെർച്വൽ, ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ്. ഞാൻ മുമ്പേ പറഞ്ഞൊരു തെറ്റുപറ്റി. അതായത് ഞാൻ ഫോക്കസിലെ ഒപ്റ്റിക് സെൻറ്ററിൻ്റെ ഒബ്ജക്റ്റ് വെക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അങ്ങനല്ല. അതായത് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി വെച്ചു, ഫോക്കസിൽ വന്നു. പിന്നെ കുറച്ചുകൂടെ അടുത്തത് ബിയോണ്ട് 2f വെച്ചു ഒബ്ജക്റ്റ് ഇമേജ് ഫോം ചെയ്തത് ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും ഫോക്കസിൻ്റെ ഇടയിലാണ്. സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായെന്ന് വെച്ചാൽ ഈ ദിസ് ഇസ് ദ കേസ് ഓഫ് കോൺകേവ് ലെൻസ് കേട്ടോ. കോൺകേവ് ലെൻസിന്റെ കേസിൽ ഇമേജസ് ഫോം ചെയ്യുന്നത് ഫോക്കസ്, ഒന്നുകിൽ ഫോക്കസിൽ അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും ഇടയിൽ, ഈ രണ്ട് പ്ലേസിൽ മാത്രമേ കോൺകേവ് ലെൻസിന്റെ കേസിൽ ഇമേജസ് ഫോം ചെയ്യുകയുള്ളൂ. ഇനി നമ്മൾ മുമ്പേ മിററിൽ പറഞ്ഞ പോലെ നമുക്ക് ലെൻസിനും സൈൻ കൺവെൻഷൻ ഉണ്ട്. ലെൻസിന്റെ സൈൻ കൺവെൻഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു കാർട്ടീഷ്യൻ പ്ലെയിൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സപ്പോസ് ലെൻസിനെ ഇവിടെ പ്ലേസ് ചെയ്തു വിത്ത് ഒപ്റ്റിക് സെന്റർ കോയിൻസൈഡിങ് വിത്ത് ദ ഒറിജിൻ ഓഫ് ദിസ് കാർട്ടീഷ്യൻ പ്ലെയിൻ, അങ്ങനെ ആയിട്ട് വെക്കുകയാണെങ്കിൽ ഈ സൈഡിലോട്ടുള്ളതിനെല്ലാം നമ്മൾ നെഗറ്റീവായിട്ടും ഈ സൈഡിലോട്ടുള്ളതിനെല്ലാം നമ്മൾ പോസിറ്റീവായിട്ടും മേളിലോട്ടുള്ളതെല്ലാം പോസിറ്റീവായിട്ടും താഴോട്ടുള്ളതെല്ലാം നെഗറ്റീവായിട്ടുമാണ് നമ്മൾ എടുക്കുന്നത്. സോ ഒബ്ജക്റ്റ് വിൽ ബി ഓൾവേസ് പ്ലേസ്ഡ് ഇൻ വിത്ത് റെസ്പെക്ട് ടു ദ ഒപ്റ്റിക് സെന്റർ അറ്റ് ഹിയർ. അതുകൊണ്ട് ഇവിടെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനെ നമ്മൾ യു ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഇമേജ് ഡിസ്റ്റൻസിനെ വി ആയിട്ടും ഫോക്കൽ ലെങ്തിനെ എഫ് ആയിട്ടും കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ദ ഇമേജ് എച്ച് ഐ, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എച്ച് ഒ അല്ലേ. ഇത് ഇവിടെ ആയിരിക്കും നമ്മൾ വെക്കുന്നത്. സോ ദിസ് വിൽ ബി നെഗറ്റീവ്. പിന്നെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൺവേർജിങ് ലെൻസുകളുടെ കേസിൽ, അതായത് ഇപ്പം ഫോക്കൽ ലെങ്ത് റിയൽ ഇമേജസിന്റെ കേസിൽ, റിയൽ ഇമേജസ് എന്ന് വെച്ചാൽ കൺവേർജ് ചെയ്യുമ്പോഴാണ് റിയൽ ഇമേജസ് ഉണ്ടാവുന്നത്. അതായത് ഈ സൈഡിൽ ഉണ്ടാവുന്നത് കൊണ്ട് ഇറ്റ് വിൽ ബി പോസിറ്റീവ്. ഇറക്റ്റ് വെർച്വൽ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അതായത് ഈ സൈഡിലായിരിക്കും ഉണ്ടാവുമെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് നേരെ നിൽക്കുന്നത് കൊണ്ട് അതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഹൈറ്റ് ഓഫ് ദ ഇമേജസ് റിയൽ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, വെർച്വൽ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. പിന്നെ വേറെന്താണ്, പിന്നെ നമുക്ക് കോൺകേവ് ലെൻസിന്റെ കേസ് പറയുവാണെങ്കിൽ, കോൺകേവ് ലെൻസിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ ഈ സൈഡിലാണ് അതിന്റെ ഒബ്ജക്റ്റ് വെക്കുന്നത്. സോ യു വിൽ ബി നെഗറ്റീവ്. ഈ സൈഡിൽ തന്നെയാണ് ഇമേജ് ഫോം ആവുന്നത്. സോ വി വിൽ ബി നെഗറ്റീവ്. ഇനി അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി നെഗറ്റീവ് സിൻസ് ഇറ്റ് ഇസ് ഡൈവേർജിങ്. ഓക്കെ. ഇനി ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്തായിരിക്കും? വെർച്വൽ ഇമേജസ് ആയതുകൊണ്ട്, നേരെയുള്ള ഇമേജസ് ആയതുകൊണ്ട് അതും നെഗറ്റീവ് ആയിരിക്കും. ഇനി അടുത്ത ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ലെൻസിന്റെ ഫോർമുല, ലെൻസ് ഫോർമുല നമ്മൾ മിറർ ഫോർമുല പറഞ്ഞായിരുന്നു. 1/v + 1/u = 1/f. ലെൻസ് ഫോർമുല എന്ന് പറയുന്നത് 1/v - 1/u = 1/f. ഇത്രേ ഉള്ളൂ ലെൻസ് ഫോർമുല. ഇനി അടുത്തത് ലീനിയർ മാഗ്നിഫിക്കേഷൻ. Linear magnification എന്ന് പറയുന്നത് it is the ratio of the image to ratio of the height of the image to height of the object ആണ്. ഈ ലീനിയർ മാഗ്നിഫിക്കേഷൻ 1 എന്ന് വെച്ചാൽ ഇമേജിന്റെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 1 ആണ്. ലീനിയർ മാഗ്നിഫിക്കേഷൻ <1 എന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഇസ് ലെസ് ദാൻ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ലീനിയർ മാഗ്നിഫിക്കേഷൻ <1 എന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഇസ് ഗ്രേറ്റർ ദാൻ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഓക്കെ. അതുപോലെ മാഗ്നിഫിക്കേഷൻ നമുക്ക് v/u ആയിട്ടും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. മാഗ്നിഫിക്കേഷൻ = v/u. ഇനി അടുത്ത ഒരു ടേംസ് മിററിനകത്ത് ഇല്ലാത്ത ഒരു ടേമാണ് പവർ ഓഫ് ലെൻസ്. ലെൻസിന്റെ പവർ എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ലെൻസ് ടു കൺവേർജ് ലൈറ്റ്. അതിനെയാണ് നമ്മൾ പവർ ഓഫ് ലെൻസ് എന്ന് പറയുന്നത്. So power of a convex lens will be positive and the power of a concave lens will be negative. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇതായിട്ട് ഞാൻ പറയാം. And also power is equal to inverse of focal length.
ഓക്കെ, ഇത് എന്താണെന്നും ഞാൻ പറയാം. അതായത് ഇപ്പോൾ നമുക്കൊരു ലെൻസ് ഉണ്ട്. ആ ലെൻസ് ഇങ്ങനെ പാരലായിട്ടൊരു റേയെ ഫോക്കസിൽ കൂടെ കടത്തി വിട്ട് ആ ഫോക്കസ് എന്ന് പറയുന്നത് സപ്പോസ് 20 സെന്റിമീറ്റർ ആണെന്ന് വെച്ചു. അടുത്തൊരു ലെൻസ് ഉണ്ട്. ആ ലെൻസ് നമ്മുടെ ഒരു ദൂരമായിട്ട് അത് കൺവേർട്ട് ചെയ്തു ആൻഡ് ദ ഫോക്കൽ ലെങ്ത് ഇസ് 50 സെന്റിമീറ്റർ സപ്പോസ്. ഇവിടെ അതിന്റെ ഫോക്കസ്, ഇതിന്റെ ഫോക്കസ് ഇവിടെ ആയിരുന്നു എന്ന് വെച്ചു. ഇവിടെ നമുക്ക് മനസ്സിലാവും ഈ ഒരു ആംഗിൾ എന്ന് വെച്ചാൽ ഇങ്ങോട്ട് ദൂരോട്ടാണ് പോയത്. സോ ഇത് സത്യത്തിൽ ഇത്രയുമായിരുന്നു പോവേണ്ടത്. ഇത് ഇങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് θ1 ഇത് θ2 ആയിട്ട് കൺസിഡർ ചെയ്താൽ ഈ ആംഗിളില്ലേ, അതായത് θ1 വിൽ ബി ഗ്രേറ്റർ ദാൻ θ2. അതായത് ഫോക്കസ് കൂടുന്തോറും പവർ കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഫോക്കസ് കൂടുന്തോറും ഫോക്കൽ ലെങ്ത് കൂടുന്തോറും പവർ കുറയും, ഫോക്കൽ ലെങ്ത് കുറയും തോറും പവർ കൂടും. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് പി കോൺവെക്സ് ലെൻസിന് പോസിറ്റീവ് ആയത്? ബിക്കോസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഇസ് പോസിറ്റീവ്. എന്തുകൊണ്ടാണ് പവർ ഓഫ് കോൺകേവ് ലെൻസ് ഇസ് നെഗറ്റീവ്? ബിക്കോസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് ലെൻസ് ഇസ് നെഗറ്റീവ്. ഓക്കെ, ഇനി വേറൊന്നുണ്ട്. പവറിന്റെ SI യൂണിറ്റിനെ നമ്മൾ ഡയോപ്റ്റർ എന്ന് പറയും. SI യൂണിറ്റ് ഓഫ് പവർ ഇസ് ഡയോപ്റ്റർ വിച്ച് ഇസ് റെപ്രസെന്റഡ് ബൈ D. So power in diopter is equal to 1 by focal length in meter. ഫോക്കൽ ലെങ്ത് എപ്പോഴും സെന്റിമീറ്ററിലായിരിക്കും തരുന്നത്. അതിനെ നമ്മൾ മീറ്റർ ആക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ. ബിക്കോസ് 1/f എന്ന് പറയുന്നത് മീറ്ററിന്റെ കേസിലാണ്. ഇനി ദ ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ പവർ ഇസ് കോൾഡ് ഡയോപ്റ്റർ മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് പവർ ഓഫ് കോമ്പിനേഷൻ ഓഫ് ലെൻസസ് നോക്കാം. Power of combination of lenses. See, P ഒരു ലെൻസിന്റെ പവർ P1, വേറൊരു ലെൻസിന്റെ പവർ P2, വേറൊരു ലെൻസിന്റെ പവർ P3. ഇതിന്റെ കമ്പൈൻഡ് പവർ എന്താണെന്നറിയാമോ? P is equal to P1 plus P2 plus P3 plus etc. അതായിരിക്കും കമ്പൈൻഡ് പവർ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ആക്ച്വലി ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇത്രയും ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്റർ. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററും കൂടി തുടങ്ങി വെക്കാം. സെക്കൻഡ് ചാപ്റ്റർ എന്താണെന്ന് വെച്ചാൽ ഐ വിൽ യൂസ് എ ഡിഫറെന്റ് പെൻ ഓർ നോട്ട്. സോ സെക്കൻഡ് ചാപ്റ്റർ ഇസ് ഹ്യൂമൻ ഐ ആൻഡ് ദ കളർഫുൾ വേൾഡ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിനകത്ത് ഇതെനിക്ക് വലിയായിട്ട് വരയ്ക്കാൻ അറിയില്ല. സോ ഞാൻ ജസ്റ്റ് റഫായിട്ട് വരയ്ക്കുകയാണ്. ഒരു ഐയുടെ പടം. സപ്പോസ് ഇതാണ് ഒരു ഐബോൾ. ഇവിടെ ഒരു മസിൽസ് കാണും. ആ മസിലാണ് നമ്മുടെ ഐക്കകത്തൊരു ലെൻസ് ഉണ്ട് വിച്ച് ഈസ് ക്വൈറ്റ് ഒരുമാതിരി ജെല്ലി ടൈപ്പ് ഇരിക്കും. ഈ ഐനെ അത് പിടിച്ചെടുക്കുന്ന ഈ മസിൽസിനെയാണ് നമ്മൾ സിലിയറി മസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ ഒരു പ്രൊജക്ഷൻ ഉണ്ട്. അതിനെ നമ്മൾ കോർണിയ എന്ന് പറയും. ഇത് കോർണിയ. ഇതിനകത്ത് കുറച്ച് ലിക്വിഡി സാധനമുണ്ട്. അതിനെ നമ്മൾ അക്വസ് ഹ്യൂമർ എന്ന് പറയും. ഇനി ഇതിനകത്ത് കുറച്ച് ലിക്വിഡി പോർഷൻ ഉണ്ട്. 99% ലിക്വിഡ് പോലാണ്. അതിനെ നമ്മൾ വിട്രസ് ഹ്യൂമർ എന്ന് പറയും. ഈ ഇപ്പം നമ്മൾ പറഞ്ഞ സിലറി മസിൽസിന്റെ ഫ്രണ്ടിൽ ഒരു രണ്ട് ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ പോലെ ഉണ്ട്. അതിനെ നമ്മൾ ഐറിസ് എന്ന് പറയും. ഇനി ഉള്ളതെന്ന് പറയുന്നത് എന്താ, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതിനകത്തൂടാണ് ഒപ്റ്റിക് നെർവ്സുകൾ പോകുന്നത്. അപ്പം ഈ ഒരു ഇതിനെ നമ്മൾ റെറ്റിന എന്ന് പറയും. ഈ ഒരു സ്ക്രീനിനെ നമ്മൾ റെറ്റിന എന്ന് പറയും. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഇതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു പോർഷനില്ലേ, ഇതിന് ഐറസ് എന്ന് പറയും. ഈ ഐറസ് ആണ്, ഐറിസിനകത്ത് മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്. ഈ മെലാനിൻ കുറവാകുമ്പോഴാണ് നമ്മുടെ കണ്ണിന്റെ കളർ ബ്ലൂ ആവുന്നത്. അത് കുറച്ചും കൂടി കൂടുതലാവുമ്പോൾ നമ്മുടെ കണ്ണിന്റെ കളർ ബ്രൗൺ ആവും. അത് ഒത്തിരി കൂടുതലാണെങ്കിൽ നമ്മുടെ കണ്ണിന്റെ കളർ ബ്ലാക്ക് ആവും.
സോ ഐറിസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ഐയുടെ കളർ ഡിപ്പെൻഡ് ആവുന്നത്. ഇനി നമ്മളൊരു കൃഷ്ണമണി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു നടുക്കത്തെ ഒരു പോർഷൻ്റെ ബ്ലാക്ക് ആയിട്ടിരിക്കും, ഇതിൻ്റെ ചുറ്റുമുള്ളത് ഇതിപ്പം ബ്ലാക്ക് ആയിട്ടിരിക്കും. ഇതിന് ചുറ്റുമാണ് നമ്മുടെ ആ കളേർഡ് ഇത് വരുന്നത്. പിന്നെ അതിൻ്റെ ചുറ്റുമായിട്ട് ഒരു ബോർഡർ പോലെ ഇങ്ങനൊരു ഇതും വരും. ഓക്കെ, അപ്പം ഈ പുറത്ത് ഇതിനെ പറയുന്ന പേരാണ് സ്ക്ലീറ എന്ന് പറയും. ഇനി ഇതിൻ്റെ നടുക്കുള്ള പോർഷനെ നമ്മൾ പ്യൂപ്പിൾ എന്ന് പറയും. ഇതിന് ഏറ്റവും നടുക്കുള്ള അതിനെ നമ്മൾ പ്യൂപ്പിൾ എന്നാണ് പറയുന്നത്. ഇതാണ് ഈ ലൈറ്റിനനുസരിച്ച് ഇങ്ങനെ വലുതാകുകയും ചെറുതാകുകയും ചെയ്യുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഐറിസിനെ ഹെൽപ്പ് ചെയ്യും ടു ഓപ്പൺ ആൻഡ് ക്ലോസസ് പ്യൂപ്പിൾ. അതായത് നമ്മുടെ കണ്ണിനകത്തോട്ട് ലൈറ്റ് എൻട്രി ചെയ്യുന്നത് ഇതിലേക്കൂടാണ്. അപ്പം ഇത് ആ ഐറിസിന്റെ ഹെൽപ്പോടെ അതിങ്ങനെ തുറക്കുകയും അടക്കി ഇങ്ങനെ, അതായത് എക്സ്പാൻഡ് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പം ഇത്രയാണ് സാധനം. ഇനി നമുക്ക് നമ്മുടെ ലെൻസ് എന്ന് പറഞ്ഞില്ലേ, ഇത് ക്രിസ്റ്റലൈൻ നേച്ചറാണ്. ഈ ലെൻസ് കണ്ടാൽ നമുക്ക് മനസ്സിലായല്ലോ. ഇപ്പം ക്രിസ്റ്റലൈൻ ലെൻസ് ആയിട്ടുള്ള ഒരു കോൺവെക്സ് ലെൻസ് ആണ് നമുക്കുള്ള. ഇറ്റ് ഈസ് കൺവേർജിങ് ലെൻസ്. ഓക്കെ, അപ്പം ഒരു ലൈറ്റ് ഇതിനകത്തോട്ട് ആദ്യമേ കോർണിയനകത്തോട്ട് ലൈറ്റ് ഇങ്ങനെ വരും. വന്നു കഴിഞ്ഞിട്ട് അത് കൺവേർജ് ആയിട്ടാണ് നമ്മുടെ ലെൻസിലോട്ട് വരുന്നത്. ലെൻസിലോട്ട് വന്നതിന് ശേഷം അത് റിഫ്രാക്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകും. ഇങ്ങനെ പോയിട്ട് നമ്മുടെ ബാക്കിലുള്ള റെറ്റിന എന്ന് പറയുന്നതിന് അതിനകത്തേക്കാണ് വീഴുന്നത്. ഈ റെറ്റിന എന്ന് പറയുന്നതിന് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് കോൺസും ഉണ്ട്, ഒന്ന് റോഡ്സും ഉണ്ട്. ഈ കോൺസും റോഡ്സാണ് എമൗണ്ട് ഓഫ് ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ കോൺസ് ആണ് ആ ലൈറ്റിനകത്തുള്ള കളേഴ്സിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. ഇനി ഇത് രണ്ടും ഇതിന് കിട്ടിയ ഇൻഫർമേഷൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇതിന് കിട്ടിയ ഇൻഫർമേഷൻ, അതായത് എന്തുമാത്രം ലൈറ്റ് ഉണ്ട്, എന്തൊക്കെ കളേഴ്സ് ഉണ്ട് എന്നൊക്കെ അറിയുന്നത് ഈ റെറ്റിന സ്ക്രീനിൽ വന്ന് വീഴുമല്ലോ. ഇങ്ങനെ ഇവിടെ റിഫ്രാക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ സ്ക്രീനിൽ വന്ന് വീഴും. അതിനകത്തുള്ള കോൺസും റോഡ്സുമാണ് അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ട് ഇതിനകത്തൂടെ ഉള്ള ഒപ്റ്റിക് നെർവ്സിന് അത് കൈമാറും. ആ ഒപ്റ്റിക് നെർവ്സ് ബ്രെയിനിൽ കൊണ്ടത് ചെല്ലും. അങ്ങനെയാണ് നമ്മളൊരു സാധനം കാണുന്നത്. ഓക്കെ, അപ്പം ഈ ഒപ്റ്റിക് നെർവ്സ് ഈ ഒരു പോർഷനിലോട്ടാണ് ബ്രെയിനിലോട്ട് പോകുന്നത്. ഈ ഒരു പോർഷനെ നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വിളിക്കും. അവിടെ റോഡ്സും കോൺസും ഇല്ല, ഒപ്റ്റിക് നെർവ്സ് ബ്രെയിനിലോട്ട് പോകും. അപ്പൊ ഇത്രയും പ്രോസസ്സ് നടക്കുമ്പോഴാണ് നമ്മളൊരു സാധനം കാണുന്നത്. അതായത് കണ്ണുകൊണ്ടല്ല നമ്മൾ കാണുന്നത്. കണ്ണുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അതിനകത്തുള്ള ഇൻഫർമേഷൻസ് ഒപ്റ്റിക് നെർവ്സിന് കൊടുത്ത് അത് ബ്രെയിനിൽ ചെന്നിട്ട് ബ്രെയിനാണ് അത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഒരു കാണുന്നത്. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ഈ ലെൻസ്, ഈ സിലിയറി മസിൽസിന് നമുക്ക് ഏത് ദൂരെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സിലിയറി മസിൽസിന് ഈ ലെൻസിനെ വലിച്ചു നീട്ടാൻ പറ്റും. അപ്പോൾ ഈ ലെൻസ് തിന്നാവും. അപ്പം തിന്നാവുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, തിന്നാവുമ്പം അതിൻ്റെ ഫോക്കൽ ലെങ്ത് കൂടും. അതുപോലെ തന്നെ ഇത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇത് തിക്കാവുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് കുറയും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അതൊക്കെ കാണാൻ പറ്റുന്നത്. ദിസ് ഇസ് കോൾഡ് ആസ് ദ പവർ ഓഫ് അക്കോമഡേഷൻ. അതായത് ഏത് ഫോക്കസിലേക്കും അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. വിച്ച് ഇസ് കോൾഡ് ദ പവർ ഓഫ് അക്കോമഡേഷൻ. ഇനി മിനിമം ഡിസ്റ്റൻസ് കംഫർട്ടബിൾ ആയിട്ട് ഇതിന് കുറയ്ക്കാൻ പറ്റുന്ന ഏറ്റവും മിനിമം ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. അതായത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമുക്കിപ്പം ഒരു പേന 25 സെന്റിമീറ്ററിന്റെ ദൂരെ വെക്കുമ്പോഴാണ് കറക്റ്റ് കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ഐസിന് സ്ട്രെയിൻ ചെയ്യാതെ കാണാൻ പറ്റുന്നത്. അപ്പോൾ 25 സെന്റിമീറ്ററിന്റെ അകത്തോട്ട് നമ്മൾ അത് ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ വരും. അപ്പം മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ. എത്ര ദൂരം വരെ കാണാൻ പറ്റും എന്ന് ചോദിച്ചാൽ അത് ഇൻഫിനിറ്റിയാണ്. എത്ര ദൂരം വേണമെങ്കിലും അത് കാണാൻ പറ്റും. സോ ദിസ് ഈസ് ദ ഫാർ പോയിന്റ് and this is the near point. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്.